ഹായ് ഹലോ അസ്സാമലൈക്കും. വെൽക്കം ബാക്ക് ടു വിപീസ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏകദേശം 3/4 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കേക്ക് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞാനിവിടെ ഓവൻ സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ അളവും നമുക്ക് കാണാം കേട്ടോ. ആദ്യം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് മൈദ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നിറയെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ലൈറ്റ് കൊക്കോ പൗഡറാണ് കേട്ടോ. ഡാർക്ക് കൊക്കോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതാ ഒരു നുള്ള് ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ബേക്കിംഗ് സോഡ പൊതുവേ ചേർക്കാറില്ല, വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ 2-3 പ്രാവശ്യമായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന്, വെള്ളമൊന്നുമില്ലാത്ത ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളമൊന്നുമില്ലാത്ത പാത്രത്തിൽ വേണം മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല തിക്കായിട്ടുള്ള വാനില എസൻസാണ്, അതുകൊണ്ടാണ് ഇത്രയും കുറച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതാ ഇതുപോലെ ആദ്യം ലോലാക്കിയിട്ട് നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് ഹൈയിൽ ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ ആ കളറൊക്കെ മാറിയിട്ട്, ആ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് വെള്ള കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റായതിന് ശേഷം മാത്രം നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കേക്കിൻ്റെ മിക്സ് 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരേ ഭാഗത്തേക്ക് തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കേക്ക് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ച് പാലും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇടയിലായിട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ സ്പീഡായിട്ട് തോന്നും കേട്ടോ, പക്ഷേ ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ലെങ്ത്ത് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്തതാണ്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതുപോലെ കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 5 ടേബിൾ സ്പൂൺ വരെ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലല്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ആവശ്യത്തിന് മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പാൽ ഏറി കഴിഞ്ഞാൽ നമ്മുടെ മിക്സും കുറച്ച് ലൂസായി പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരേ ഭാഗത്തേക്ക് തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ എഗ്ഗിൻ്റെ മിക്സൊക്കെ താഴ്ന്നു പോവും. ഇനി നമുക്കിതാ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ, ഇതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഓവൻ സെറ്റപ്പിൽ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കേക്ക് ബേക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതാ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. വാനില എസൻസ് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നീട് നമുക്ക് ഹൈ സ്പീഡിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കളറിലുള്ള മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ നല്ല തന്നെ സ്റ്റിഫായി വന്നിട്ടുണ്ട്.
അപ്പോൾ കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. സാധാ ഡാർക്ക് കോമ്പൗണ്ട് അല്ല, മിൽക്ക് കോമ്പൗണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ഡയറി മിൽക്കിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഏകദേശം 35 മിനിറ്റ് എടുത്തു കേട്ടോ കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ കേക്ക് നമുക്കിത് പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡറാണ്. അതുകൊണ്ട് തന്നെ അധികം സമയം തണുക്കാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചൂടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കേക്കിന്ന്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതുപോലെ ഒരു ബേസ് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം മിൽക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതാ ഇതുപോലെ ഈ കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പൊക്കെ വന്നിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ 3ാമത്തെ ലെയറിൽ അതുപോലെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കേക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം മിൽക്ക് ചോക്ലേറ്റ് അതിനെ കൊണ്ട് തന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ് വരുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗണേഷ് കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ടോപ്പിലെ ലെയറാണ് ഞാൻ നടുവിൽ വെച്ചെടുത്തിട്ടുള്ളത്. നടുവിലെ ലെയറാണ് ഏറ്റവും മുകളിലായിട്ട് വെച്ചെടുക്കുന്നത് കേട്ടോ. 3ാമത്തെ ലെയറായിട്ട് വെച്ചെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള 2ാമത്തെ ലെയറാണ് കേട്ടോ. ചിലർ അടിയിലെ ലെയറാണ് വെച്ചെടുക്കുക, അങ്ങനെ ഞാൻ വെച്ചെടുക്കാറില്ല കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ കേക്ക് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ഫില്ലിങ്ങൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് സമയം വെക്കുന്നുണ്ട് കേട്ടോ. അധിക സമയം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ. നമ്മൾ സാധാ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഏകദേശം ഒരു അരമണിക്കൂർ ടൈമൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇനി വെച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ക്രീം നല്ല സ്റ്റിഫാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വൈറ്റ് ക്രീം വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇതുപോലെ ഫില്ലാക്കി എടുക്കുന്നുണ്ട്. ഒരു ബാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കേക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രാപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കാം. അതുപോലെ കേക്കിൻ്റെ മുകൾ ഭാഗം റെഡിയാക്കി എടുക്കുന്നത് ബാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ബാലറ്റ് നൈഫ് നന്നായിട്ട് കഴുകിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കൊരു റോസറ്റ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളോട് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ ഇന്ന ഡിസൈൻ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് അങ്ങനത്തെ ഒരു മോഡലുള്ള കേക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പെട്ടെന്ന് വന്നപ്പോൾ പെട്ടെന്ന് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. എന്നാലും കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു ലീഫൊക്കെ വരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു നമ്മൾ റോസറ്റ നോസിൽ വെച്ചിട്ട് വരച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒക്കെ സൈഡിലായിട്ട് അതുപോലെ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് ഗണേഷ് ഇതുപോലെ ഒന്ന് ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അത് കുറച്ചൊന്ന് ഹാർഡായി പോയിട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് സിൽവർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ ആ ഒരു ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഈ വർക്കൊക്കെ ഏകദേശം ഇവിടെ പൂർത്തിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സിൽവർ ബോൾസും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് ഗണേഷ് ഞാൻ പറഞ്ഞില്ല കുറച്ച് കട്ടിയായിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലെറ്റേഴ്സും കൂടെ വേണം. അപ്പോൾ ഞാനിത് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് ലെറ്റർ ബോർഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടില്ല ഞാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കാം. പിന്നീട് 2-3 ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്. എഡിബിൾ അല്ല കേട്ടോ, നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. അതും കൂടെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇതവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.